അള്ളാഹുവിനെ ശരിക്ക് വിശ്വസിക്കുന്ന ഒരാൾക്ക്, ആ വിശ്വാസിക്ക് അവൻ വിശ്വസിക്കുന്ന ദൈവം മരിക്കില്ല, അവൻ വിശ്വസിക്കുന്ന ദൈവം ബാത്റൂമിൽ വീണ് കാലൊടിയില്ല, അവൻ വിശ്വസിക്കുന്ന ദൈവത്തിന് പട്ടിണി കിടക്കേണ്ടി വരില്ല. ഭക്ഷണം ആവശ്യമായ ഒരു ദൈവത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. ഇസ്ലാം ദൈവത്തെ പറ്റി പറയുമ്പോ വളരെ ഉയർന്നു ചിന്തിക്കുന്നു ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് എന്നുള്ളതാണ്. മനുഷ്യർ വളരെ ഗൗരവമായി ആലോചിച്ചു നോക്കേണ്ട വിഷയമാണിത്. ദൈവത്തെ തിരഞ്ഞെടുക്കുന്നിടത്ത് നമുക്കൊക്കെ അപാകത സംഭവിച്ചിട്ടുണ്ട്. അവിടെയാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. അപ്പൊ നിങ്ങൾക്കറിയാം, മതസമൂഹങ്ങൾ ആദരിക്കുന്ന മഹാന്മാരായ വ്യക്തിത്വങ്ങൾ, ആ മഹാന്മാരായ വ്യക്തിത്വങ്ങളുടെ സർവമഹത്വങ്ങളും നിലനിർത്തിക്കൊണ്ടും അവരെ ആദരിച്ചുകൊണ്ടും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് ശ്രീകൃഷ്ണൻ ജനിക്കുകയാണ്. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് ശ്രീകൃഷ്ണൻ ഭൂജാതനാകുന്നു. ഞാൻ ചോദിക്കുന്നത്, ശ്രീകൃഷ്ണൻ 8ാമത്തെ പുത്രനായിരുന്നുവെങ്കിൽ ദേവകി 7 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ദേവകിയുടെ ഗർഭപാത്രത്തിൽ 7 കുട്ടികൾ രൂപപ്പെട്ടു. ആര് വളർത്തി? ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദേവകിയെ ആര് വളർത്തി? അവര് വായു ശ്വസിച്ചു, വെള്ളം കുടിച്ചു, സൂര്യന്റെ കിരണങ്ങളെ ഏറ്റുവാങ്ങി, ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ചു, കാട്ടാറുകളും കാനനങ്ങളും അവരനുഭവിച്ചു. ഞാൻ ചോദിക്കുന്നത്, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആകാശമുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ അതിനെ ആര് സംവിധാനിച്ചു? ആ സംവിധായകനെ, ശ്രീകൃഷ്ണനെ ദൈവത്തിലേക്ക് ഉയർത്തുക എന്നത് ദൈവത്തോട് ചെയ്യുന്ന അനാദരവാണ്, നിന്ദിതയാണ്, തെറ്റായ സമീപനമാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി, നിങ്ങൾ നോക്ക്, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ട് ജനിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ഈ ഭൂമിയിലേക്ക്, മരുഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നു. അപ്പോൾ ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സർവചരാചരങ്ങളുണ്ട്. കന്യാമറിയമിന്റെ പുത്രനായി യേശുക്രിസ്തു പൂജാതനാകുന്നതിന് മുമ്പ് തന്നെ കന്യാമറിയമില്ലേ? അവർക്ക് ഗർഭപാത്രമില്ലേ? ആ ഗർഭപാത്രത്തിൽ ആ കുട്ടിയെ വളർത്തിയ ഒരു ശക്തിയില്ലേ? ഉണ്ടെങ്കിൽ ആ ശക്തിയെ ആരാധിക്കാൻ മനുഷ്യകുലത്തോട് ഇസ്ലാഹി പ്രസ്ഥാനം ഉത്ബോധിപ്പിക്കുകയാണ് സ്നേഹത്തോടെ. ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മള് സാധാരണ ഒരു വാഹനം ഓടിച്ചു പോവുകയാണ് ഒരാൾ. ഒരു വാഹനം ഓടിക്കുന്നതിനിടയിൽ അറ്റാക്ക് ഉണ്ടായി, ഹൈവേയിൽ വെച്ച് അറ്റാക്ക് ഉണ്ടായി, അയാൾ മരിച്ചാൽ വാഹനം എത്ര ദൂരം പോകും? കുറഞ്ഞ ദൂരം അയാൾ മരിച്ചാലും ചിലപ്പോൾ വണ്ടി പോയി എന്ന് വരാം. വണ്ടി പോയി ഏതെങ്കിലും ഒരു മരത്തിലോ അല്ലെങ്കിൽ തിണ്ണയിലോ അല്ലെങ്കിൽ കടയിലോ എവിടെയെങ്കിലും ഇടിച്ച് ഒന്നെങ്കിൽ കൊക്കയിലേക്ക് മറയാം, അല്ലെങ്കിൽ പുഴയിലേക്ക് പോവാം, അതുമല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും അതിനെ ചെന്ന് കൊണ്ടുപോയി മറിഞ്ഞു വീഴാം. ആള് മരിക്കുന്നതിനോടുകൂടെ. പിന്നെ പെട്രോൾ ഉണ്ടായിട്ട് കാര്യമില്ല, ബ്രേക്കും ക്ലച്ചും ഉണ്ടായിട്ട് കാര്യമില്ല, വണ്ടി ഓടിക്കാൻ കഴിയുമെന്നത് കൊണ്ട് കാര്യമില്ല. വണ്ടി ഓടിക്കുന്ന വ്യക്തി മരിക്കുന്നതോടെ ആ വണ്ടി നിശ്ചലമാവുകയോ, ആ വണ്ടി തകർന്നു പോവുകയോ, ആ വണ്ടി കുക്കയിലേക്ക് മറയുകയോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രണം വിട്ടുപോവുകയോ ചെയ്യുക സ്വാഭാവികം. അവിടെ നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട്. നമ്മുടെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടിടത്ത് നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട്. എന്താണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുപോയല്ലോ അല്ലേ? മുഹമ്മദ് നബി മരിച്ചതോടുകൂടെ ആകാശം നിശ്ചലമായോ? സൂര്യൻ കറങ്ങാതിരുന്നോ? ചന്ദ്രൻ താഴേക്ക് വീണോ? ഈ ഭൂമി കറങ്ങാതിരുന്നോ? രാവും പകലും ഉണ്ടാകാതിരുന്നോ? ഇല്ല. മുഹമ്മദ് നബി ജനിച്ച് മരിച്ചിട്ട് ആ മരിച്ച ദിവസം പോലും രാവ് നിശ്ചലമായോ? ഭൂമി നിശ്ചലമായോ? സൂര്യൻ സഞ്ചരിക്കാതിരുന്നോ? ഇല്ല. എന്ത് മനസ്സിലായി? അദ്ദേഹത്തിന് ഈ വിഷയത്തിലൊന്നും ഒരു നിയന്ത്രണവും ഇല്ല. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ അദ്ദേഹം മരിക്കുന്നതിനോടുകൂടി അദ്ദേഹം നിയന്ത്രിച്ചു കൊണ്ടിരുന്നതൊക്കെ നിശ്ചലമാകേണ്ടതല്ലേ? മനുഷ്യർ ചിന്തിക്കുക. യേശുക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിലേറ്റി, ശരി, ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വെള്ളിയാഴ്ച കുരിശിലേറ്റി വെള്ളി മാറി ശനിയാഴ്ച പ്രഭാതമുണ്ടായോ? ഉണ്ടായി. ഞായറാഴ്ച പ്രഭാതമുണ്ടായോ? ഉണ്ടായി. ഞായറാഴ്ച സായം സന്ധ്യ ഉണ്ടായോ? ഉണ്ടായി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വെള്ളിയാഴ്ച കുരിശിലേറ്റി മരിച്ചു എന്നുറപ്പുള്ള യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള ആ മണിക്കൂറുകൾ ലോകത്തെ നിയന്ത്രിച്ചതാരാ? വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
ആരാണ് നിയന്ത്രിച്ചത്? യേശുക്രിസ്തുവിന്റെ നിയന്ത്രണത്തിലായിരുന്ന സൂര്യനെങ്കിൽ അദ്ദേഹത്തെ കുരിശിലേറ്റുന്നതോടുകൂടെ ആ നിയന്ത്രണം ഇല്ലാതാകില്ലേ? ഇല്ലേ മനുഷ്യരെ? സായിബാബ മരിച്ചു എന്ന് വിചാരിക്കുക, ആകാശം നിശ്ചലമാകുമോ? ഭൂമി നിശ്ചലമാകുമോ?